അങ്ങനെ മനോഹരമായ ഒരു ജീവിതമാണ് ദൈവം സ്ഥാപനം ചെയ്തത്. എന്നാൽ ദുഷ്ടനായ തിന്മയുടെ ശക്തി നുണയുടെ എന്നാണ്. അവൻ മനുഷ്യനിൽ വന്ന് അവന്റെ നുണ, ദൈവത്തെ കുറിച്ചുള്ള നുണ അവൻ പറഞ്ഞ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവ കൽപ്പനകൾ ലംഘിക്കാൻ പ്രേരിപ്പിച്ച് അങ്ങനെ ദൈവസന്നിധിയിൽ നിന്നും ഈ മനുഷ്യൻ പുറത്താക്കപ്പെട്ടപ്പോൾ, പ്രിയ സഹോദരങ്ങളെ, അവൻ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടുപോയി. ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽപ്പെട്ട് വെറുപ്പിന്റെയും ഭിന്നതയുടെയും കലഹങ്ങളുടെയും അസൂയയും അഹങ്കാരവും അഹന്തയും ദുർമോഹങ്ങളും ദുരാഗ്രഹങ്ങളും സ്വാർത്ഥതയും കൈക്കൂലിയും അഴിമതിയും മദ്യവും മയക്കുമരുന്നുകളും മറ്റു ലഹരി വസ്തുക്കളും ജടികാസക്തികളും വിഗ്രഹാരാധനയും അങ്ങനെ ദൈവം നൽകിയ എല്ലാ കൽപ്പനകളും ലംഘിച്ച് അവൻ പാപത്തിന്റെ അന്ധകാരത്തിന്റെ പൈശാചികതയുടെ പടിക്കുടിയിലേക്ക് ആണ്ടുപോയപ്പോൾ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നും വളരെ വളരെ അകന്നുപോയി. എന്നാൽ തന്റെ മക്കൾ മനുഷ്യർ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്തത് കൊണ്ട് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യരോട് കാണിച്ച അളവില്ലാത്ത കരുണയാണ് അവിടുത്തെ പുത്രനായ ലോകരക്ഷകനായി മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേം കാലിത്തൊഴുത്തില് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ജന്മമെടുത്ത യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ മുഴുവൻ പാപഭാരങ്ങളും അടിമത്തങ്ങളും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരക്കുരിശിന് 3 ആനകളിന്മേൽ തൂക്കപ്പെട്ടപ്പോൾ അവസാനത്തിൽ ചോരയും ചിന്തി ഈശോ കുരിശിൽ പിടഞ്ഞു പിടഞ്ഞ് മരിച്ചപ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ പാപഭാരമാണ് ഈശോ ഏറ്റെടുത്തത്. മനുഷ്യന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഈശോ കാൽവരി കുരിശിൽ അർപ്പിച്ച ബലി. അങ്ങനെ സകല മനുഷ്യർക്കുമുള്ള രക്ഷ, പാപത്തിൽ നിന്നുമുള്ള മോചനം ഈശോ നേടിത്തന്നു. പാപത്തിൽ നിന്നും പരിപൂർണ മോചനം നേടിയാൽ മാത്രമേ മനുഷ്യന്റെ ആത്മാവ് ഈ ലോക ജീവിതത്തിന് ശേഷം വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ.